യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്കായി ഇടപെടൽ ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതികളുണ്ടെന്നും അനൌദ്യോഗിക മാർഗങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ കേന്ദ്രം അറിയിച്ചിരുന്നു. 6 അംഗ നയതന്ത്ര സംഘത്തെ കേന്ദ്ര സർക്കാർ നിയോഗിക്കണമെന്ന് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെടും. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച സമയത്ത് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്. യമനിൽ ഇപ്പോൾ ഒരു സുസ്ഥിര സർക്കാരോ ഇന്ത്യൻ എംബസിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ, ഹൂതികളുമായി ഇന്ത്യക്ക് വലിയ ബന്ധവുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഇടപെടൽ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. അതിന്മേലൊരു തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇന്നെന്തൊക്കെ പ്രതീക്ഷിക്കണം? കോടതിയിൽ എപ്പോൾ കേസ് പരിഗണിക്കും അരവിന്ദ്? ജിൽസി, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരികയാണ്. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ചപ്പോൾ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തുവെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീടാണ് വധശിക്ഷ ഉൾപ്പെടെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിലെ സാഹചര്യം കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. ജസ്റ്റിസ് വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഈ ഹർജികൾ 29ാമത്തെ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 10:30 തന്നെ ഈ കേസ് അറ്റോർണി ജനറൽ ജസ്റ്റിസിന് മുമ്പിൽ ഉന്നയിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ചില ആവശ്യങ്ങൾ കൂടി ഇപ്പോൾ ആക്ഷൻ കൌൺസിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. 6 അംഗ നയതന്ത്ര സംഘത്തെ കേന്ദ്ര സർക്കാർ നിയോഗിക്കണമെന്നതാണ് ആക്ഷൻ കൌൺസിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇക്കാര്യം അറിയിക്കും. അത് 2 പേർ ആക്ഷൻ കൌൺസിലിൽ നിന്നും, അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ പ്രതിനിധികളായ 2 പേരും, അതുപോലെ തന്നെ 2 കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഇപ്പോൾ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെടുന്നത്. ഈ ദലാലിന്റെ കുടുംബവുമായി സംസാരിക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ ആശയവിനിമയം നടത്തുവാനാണ് ഈ നയതന്ത്ര സംഘത്തെ നിയോഗിക്കുന്നത്. ഇത് കൂടുതൽ ഈ മോചനവും അതുപോലെ തന്നെ വധശിക്ഷ ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോകുമെന്ന് തന്നെ ആക്ഷൻ കൌൺസിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് തന്നെ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഇത്തരം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നു. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആക്ഷൻ കൌൺസിൽ അംഗം അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവും ഉള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഈ കേസിൽ തങ്ങൾക്ക് ചെയ്യാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ പിന്നീടാണ് കാന്തപുരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഈ വധശിക്ഷ ഉൾപ്പെടെ മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും കൂടുതൽ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു 6 അംഗ നയതന്ത്ര സംഘത്തെ കൂടി നിയോഗിക്കണമെന്നതാണ് ഇപ്പോൾ ആക്ഷൻ കൌൺസിലും ആവശ്യപ്പെടുന്നത്. 10:30 തന്നെ ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും.